പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ഈ ജീവിതയാത്ര എത്ര ക്ഷണികമാണ്. മോശ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം. നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ ഏത് നിലയിൽ ചെലവഴിക്കുന്നു? കർത്താവിനോട് കൂടെയാണോ, അതോ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ നഷ്ടമാക്കുകയാണ്. അപ്പോൾ ഇന്നൊരിക്കൽ കൂടി നമുക്ക് ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം കേട്ട് പഠിക്കാൻ, അതിനെക്കുറിച്ച് ഇതോടെ മനസ്സിലാക്കുവാൻ കർത്താവ് അവസരം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങളെ അറിയേണ്ടുവണ്ണം അറിഞ്ഞ് അതുപോലെ ചെയ്തില്ലെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് വലിയ നഷ്ടമാണ്. നമുക്ക് വിളികേട്ട എല്ലാവർക്കും നിത്യതയെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കും. ഈ ചെറിയൊരു ആയുസ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്നതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ദൈവമക്കളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അതൊരു ട്രെയിനിങ് പീരീഡാണ്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു തീർക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുക. നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമ്മളതിനെ ശരിയായ നിലയിൽ തിരുവചനത്തിലൂടെ തന്നെ ആ കാര്യങ്ങളെ നമ്മൾ ആത്മാവിൽ ബോധ്യമാക്കി മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായിത്തീരും. അത് നിത്യതയ്ക്ക് നമുക്കൊരു വലിയ മുതൽകൂട്ടായിത്തീരും. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നല്ലോ, ഇന്ന് ഞാൻ നിങ്ങളോട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നാം അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. കാരണം ഇന്ന് പലരും വിശ്വാസി എന്ന് പറയുന്നെങ്കിലും അവർക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. മാത്രമല്ല ഒരു യഥാർത്ഥ വിശ്വാസ ജീവിതമല്ല അവർ നയിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവദൃഷ്ടിയിൽ ഞാനൊരു വിശ്വാസിയാണോ, അല്ലെ ഒരു ദൈവത്തിലാണോ, അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അതിന് തുലനമായി പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് പഠിക്കേണ്ടത് എത്ര അത്യാവശ്യം. ഞാൻ അതിനെ വളരെ ലഘുവായിട്ട് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഒരു ചെറിയൊരു ഭാഗം വായിക്കാം. എന്നിട്ട് അതിൽ നിന്നും ഒരു 6 പോയിന്റുകൾ നിങ്ങളോട് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ ഭാഗം റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം അത് വായിക്കാം. ശ്രദ്ധിക്കണം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും
നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഇത് വളരെ ഗഹനമായി അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് ദൈവമക്കളെ. ഈ ഭാഗം നിങ്ങൾ വീണ്ടും മനസ്സിരുത്തി പലവട്ടം വായിച്ച് പഠിക്കുന്നത് നന്നായി. അപ്പോൾ ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വളരെ വിലപ്പെട്ട, നമുക്ക് അനേക പോയിന്റുകൾ എടുക്കാം, എങ്കിലും ഞാൻ 6 പോയിന്റുകളാണ് ഇതിൽ നിന്നും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അബ്രഹാം വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്. അവിടുന്ന് ആരംഭവും അവസാനം ഇല്ലാത്തവനാണ്. അവിടത്തേക്ക് അറിയാത്തതായിട്ടോ ചെയ്യാൻ കഴിയാത്തതായിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഒരു ദൈവത്തെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അപ്പോൾ ഇവിടെ അബ്രഹാമിന്റെ ഒന്നാമത്തെ കാര്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചു. ദൈവത്തിനെല്ലാം സാധ്യം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോഴൊക്കെ അതിൽ എഴുതിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം ഒരു കാര്യം പറയുന്നെങ്കിൽ ദൈവം അത് നിവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവമുള്ളവരെ, അവിടുത്തെ നാമം തന്നെ വിശ്വസ്തനായ ദൈവമെന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് അതുപോലൊരു വിശ്വാസമുണ്ടോ? അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല. ഒന്നും അസാധ്യമല്ലാത്ത ഒരു ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നേ? പിന്നെ നമ്മൾ എന്തിനാ ചിന്താകുലരായി തീരുന്നേ? മാത്രമല്ല, ആ ദൈവം എപ്പോഴും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവനാ. ആ ദൈവമാണ് നമ്മളിൽ എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ദുഃഖിതരായിരിക്കേണ്ട, നിരാശരായിരിക്കേണ്ട, അല്ല ചിന്താകുലരായിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൽ അതുപോലെ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം. അതല്ലേ നമ്മുടെ ജീവിതത്തിലെ അനുഭവം. നമ്മുടെ ജീവിതം എവിടെയായിരുന്നു? ഒരിക്കലും ദൈവവുമായി ബന്ധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുവാനായിട്ട് മറ്റാർക്കും കഴിയില്ലായിരുന്നു. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമായിരുന്നു. അതല്ലേ നമ്മൾക്ക് സാധ്യതമായി കിട്ടിയത്, കൃപയാലുള്ള രക്ഷ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ, നമ്മുടെ വീണ്ടെടുപ്പ് അസാധ്യമായിരുന്നു. നമ്മൾ പാപത്തിന്റെ മോചനം പ്രാപിക്കുക എന്നുള്ളത് നമുക്ക് അസാധ്യമായിരുന്നു. എന്നാൽ ദൈവം അത് സാധ്യമാക്കി തന്നില്ലേ? നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമുക്കറിയാം, മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന്, നിനക്ക് നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് വളരെ എന്ന് പറഞ്ഞാല് മറിയത്തിന്റെ ചോദ്യവും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഞാനത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളാണ്. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് അവൾക്കൊരു ഉറപ്പിനായിട്ട്, അവൾക്കൊരു ധൈര്യത്തിനായിട്ടൊരു സംഭവം കൂടെ പറയുക. അതിന്റെ 36-ാം വാക്യം,
നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഉണ്ടോ? ഈ കാര്യം ആർക്കറിയാം? മറിയയ്ക്കറിയാം. അപ്പോൾ ഒരിക്കലും എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയില്ല. അവള് ഇപ്പോൾ വൃദ്ധയായിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനു മുൻപും നമ്മൾ കണ്ട കാര്യമാണ്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിപ്പോൾ 6 മാസമായിരിക്കുന്നു. എന്നിട്ട് ദൂതൻ മറിയോട് പറയുന്ന ആ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിന്റെ 37-ാം വാക്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവർ, ഇത് വളരെ വിലപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഇത് കേട്ടപ്പോൾ മറിയ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മറിയയിൽ ഉരുവാകുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് ആ കുട്ടി ജനിക്കുന്നത് എന്നുള്ളത് മറിയോട് പറഞ്ഞു. അവൾക്ക് ഇങ്ങനെയൊരു കാര്യം കേൾക്കുമ്പോൾ സംശയം തോന്നുന്നത് അത് ആർക്കും തോന്നാവുന്നൊരു കാര്യമാണ്. അത് ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ദൂതനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഏത് സമയത്തും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മളോട് ഉണ്ട് എന്നുള്ള അറിവ്, അവിടത്തേക്ക് സകലവും സാധിക്കും. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ആ കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും? നമുക്കറിയാം, ഒരിക്കൽ ഒരു ധനവാനായ, ഒരു ജവാനായ, ഒരു അധികാരിയായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന്, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ല ഗുരു എന്നൊക്കെ വിളിക്കുന്നേ. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തു, നീ ഇന്നതൊക്കെ ചെയ്യണം. നീ നിനക്കറിയാമല്ലോ, മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണമൊക്കെ അറിയാമല്ലോ. അവൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ എന്നെ സൺഡേ സ്കൂളിലേ പഠിപ്പിച്ചു, ഞാനതെല്ലാം പ്രമാണിച്ചു പോരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. അത് ഒരു കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായിരുന്നു? അത് അവൻ്റെ ദൈവം, അവൻ്റെ ധനമായിരുന്നു. അവൻ്റെ ആശ്രയം അവൻ്റെ ധനമായിരുന്നു. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞു, അവനെ സ്നേഹിച്ചു. നമ്മൾ ആ ഭാവമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം എല്ലാം വായിക്കുന്നില്ല. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ആ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. നോക്കണേ, ആര് അവന് ഈ ധനം കൊടുത്തോ ആ ദാതാവാണ് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്ന് അവനറിയാൻ കഴിഞ്ഞില്ല. നോക്കണം, ഇതെല്ലാം അവന് കൊടുത്തത് ആരാ? നമ്മുടെ കർത്താവ് കൊടുത്തതാ. അവനെ സ്വർഗത്തിലെ ധനവാനാക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അവന് ആ കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദുഃഖിതനായിപ്പോയി. അവൻ പോയ ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ആ ഭാഗമാണ് വളരെ പ്രാധാന്യമുള്ള ഭാഗം. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പോൾ സമ്പത്തുള്ളതല്ല, പിന്നെയോ സമ്പത്തിലുള്ള ആശ്രയം. ഇന്ന് നമുക്ക് ആരിലാണ് ആശ്രയം? നമ്മുടെ ജോലിയിലാണോ? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ കുടുംബത്തിലും കുടുംബ ബന്ധത്തിലുമൊക്കെ ആണോ? പ്രിയമുള്ളവരെ, അതെല്ലാം നമ്മുടെ ജീവിതത്തെ താർക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കർത്താവ് പറയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം.
ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂര്യക്കുഴൽ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. കണ്ടോ, ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അങ്കലാപ്പിലായി. അവർ വിസ്മയിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ, കാരണം ഒരു വ്യക്തി സമ്പത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് അത് കഴിയത്തില്ലെന്നാ. ചിന്തിക്കണം, എത്ര പ്രയാസം. എന്നാൽ കർത്താവ് അവിടെ പറയുന്നത്, യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് സാധ്യമാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരപ്പെടാതെ ഇത് സാധ്യമല്ല. അതാ എൻ്റെ കാര്യം. നമ്മൾ ചിന്തിക്കുക, ഇന്നും എത്രയോ പേർക്ക്, എത്രയോ ധനവാന്മാർക്ക്, അല്ല ഈ ലോകജ്ഞാനികൾക്കൊക്കെ ഇത് സാധ്യമാകുന്നില്ല. അവർക്ക് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ പാതയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചില്ല എന്നുള്ള സത്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയയില്ല എന്ന് യോഹന്നാൻ 6:44 കർത്താവ് പറഞ്ഞു. നിങ്ങൾക്കറിയാം. എന്നിട്ട് അതിൻ്റെ 65 കർത്താവ് പറയുന്നുണ്ട്, ദൈവം കൃപ നൽകിയിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. കൃപ, അതായത് സത്യം. ദൈവത്തിൻ്റെ കൃപയാണ് ഒരുവനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് എന്ന് എഫേസ്യർ 2:8 വായിക്കുന്നത്. അപ്പോൾ ഈ കൃപ അത് വലിയൊരു കാര്യമല്ലേ. ഏത് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നത് ഈ കൃപയാണ്. പൗലോസ്ലീഹായോട് കർത്താവ് പറഞ്ഞ എന്തുവാ? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. നമുക്ക് ഏതൊരവസ്ഥയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ മതി. അപ്പോൾ നമ്മുടെ യാതൊരു യോഗ്യതയും കൊണ്ട് നമുക്ക് നിത്യജീവനെ അവകാശമാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഏതൊരു വ്യക്തിയെയും അവനെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അബ്രഹാമിനുണ്ടായിരുന്ന ഈ വിശ്വാസം, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ എത്രയോ വട്ടം പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ യാത്രകൾ പോലും വേണ്ടത്ത് വെച്ച് കാണും. നമ്മുടേതായിരിക്കുന്ന സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം. നമ്മുടെ കഴിവുകളൊന്നും അല്ല പ്രിയമുള്ളവരെ. എൻ്റെ ദൈവത്തിന് സകലതും സാധ്യം. ആ വിശ്വാസത്തോടെ നമ്മൾ കാൽച്ചോട് മുമ്പോട്ട് വയ്ക്കുമെങ്കിൽ അവിടെയെല്ലാം നമുക്ക് കർത്താവിനെ അനുഭവമാക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത അബ്രഹാമിനുണ്ടായിരുന്നത്, ദൈവത്തിന്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവിടത്തേക്കെല്ലാം സാധ്യം എന്നുള്ളതാണ്. രണ്ടാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത, മരണത്തിൽ നിന്നും ജീവനെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയെ വീണ്ടും ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. അതല്ലേ നമുക്കറിയാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി അവന് ഹോമയാഗം കഴിക്കുക എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തപ്പോൾ അബ്രഹാം അതിനകത്ത് അല്പം പോലും മടി കാണിക്കാതെ പറഞ്ഞ കാര്യം ഉടനെ നിവർത്തിക്കാൻ തക്കവണ്ണം അതിനുവേണ്ടി കോപ്പുകളെല്ലാം ഒരുക്കി തൻ്റെ ദാസന്മാരുമായി കഴുതയുമായി പുറപ്പെടുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ,
നമ്മളൊരു കാര്യം, അപ്പോൾ തൻ്റെ മകനായ ഇസ്ഹാക്കിനെ അർപ്പിക്കാൻ പോവുകയാണ്. കർത്താവിന് ഹോമയാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്താണ് അബ്രഹാമിന്റെ വിശ്വാസം? ഞാൻ എൻ്റെ മകനെ ഹോമയാഗം അർപ്പിച്ചാലും ദൈവത്തിന് വീണ്ടും അവനെ ജീവിപ്പിക്കുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കണം. ദൈവം ഒരിക്കലും ഒരു കളിവാക്കായിട്ടൊരു കാര്യം പറയല, തമാശയായിട്ട് പറയാറില്ല, പറഞ്ഞിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തില് അബ്രഹാമിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 18ഉം 19ഉം വാക്യം, ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നോക്കണേ. അപ്പോൾ ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസം എന്താണ് തെളിയിക്കുന്നത്? ദൈവം ഒരുവൻ മരിച്ചു കഴിഞ്ഞാലും അവനെ ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. അവന് മരിച്ചു കഴിഞ്ഞാലും അവനെ ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ വിശ്വസിക്കാനൊരു കാരണമുണ്ട്. കാരണം ദൈവം അബ്രഹാമിന് ഒരു മകനെ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മകന്റെ തലമുറകളെ കുറിച്ചും പറയുവാനായിട്ട് ഒരു വാഗ്ദത്തം കയ്യിലുണ്ട്. നമ്മൾ ചിന്തിക്കണം. ദൈവം ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളിലും ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 19-ാം വാക്യം, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. കണ്ടോ, ഒരു വാഗ്ദത്തം. ഇത് നിന്റെ ഏകജാതരായ നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനായ ഇസ്ഹാക്കിനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ട് ഹോമയാഗം കഴിക്കണം എന്ന് പറയുന്നതിന് മുൻപ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. എന്താണ് ആ വാഗ്ദത്തം? ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി 17-19 കർത്താവ് ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കാൻ പറയുന്നത് 22-ാം അധ്യായത്തിലാണ്. എന്നാൽ ഇവിടെ 17-19 ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും. അപ്പൊ നോക്കണം. അപ്പൊ ഇവിടെ ഈ സമയത്ത് ഹോമയാഗം കഴിക്കാൻ പറയുമ്പോൾ ഇസ്ഹാക്ക് വിവാഹം കഴിച്ചിരുന്നോ? ഇല്ല. അന്ന് നല്ല ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഇസ്ഹാക്കിനെ ഇവിടെ ഹോമയാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിക്കുക. എന്നാൽ ഇവിടെ വാഗ്ദത്തം എന്താണ്? ഞാൻ ഇസ്ഹാക്കിനോടും, അവൻ ഇസ്ഹാക്ക് എന്ന് പേർ വിളിക്കണം, ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം അബ്രഹാമിന്റെ കയ്യിലിരിക്കുക. ഈ വാഗ്ദത്തം തന്റെ മനോമുഖരത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദൈവം ഇസ്ഹാക്കിനെ കൊണ്ടുപോയി താൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറയുമ്പോൾ അബ്രഹാമിന് യാതൊരു ചിന്താകുലവുമില്ല. കാരണം അബ്രഹാം വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഇസ്ഹാക്കിനെ കൊണ്ടുപോയി യാഗമർപ്പിച്ച് അവൻ യാഗപീഠത്തിൽ
കത്തിയമർന്ന് ചാരമായി തീർന്നാലും അതിൽ നിന്നും എന്റെ മകൻ ഇസ്ഹാക്കിനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം പൂർണ്ണമായും വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മളൊന്ന് താരതമ്യ പഠനം നടത്തുന്നത് എത്ര നല്ലതാണ്. നാം അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. അതല്ലേ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ അബ്രഹാമിന്റെ വിശ്വാസമാണ് എല്ലാത്തിനും നിദാനം. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ ഉണ്ടോ, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശവുമാകുന്നു. ക്രിസ്തുവിൻ ഉള്ളവർ എങ്കിലോ, അപ്പോൾ നമ്മൾ ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന അതിന്റെ 3-ാം അധ്യായം ഗലാത്യർ 3:7 മുതൽ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ നിന്നിൽ നോക്കണേ, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. നോക്കണേ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്നിലുണ്ടായിരുന്ന വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാ ഇതുവരെ പഠിച്ചതെന്നുള്ള ഇന്ന് നമ്മൾ ഈ ഒരു പഠനം നമ്മൾ ശരിക്കും നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ? നമ്മൾ വളരെയധികം പുകഴുന്നവരാ. എങ്ങനെയാണ്? നമ്മൾ ദൈവസഭയാണ്, സഭയെന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതെല്ലാം സത്യമാണ്. എന്നാൽ ആ അബ്രഹാമിന്റെ വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ വെറുതെ വിശ്വാസി എന്ന് ലേബലൊട്ടിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണോ? ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ നമുക്കറിയാം, പഴയ നിയമത്തിൽ അല്ലെ അബ്രഹാമിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിവാസം ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, കർത്താവിനെ അനുസരിച്ചു, കർത്താവിനെ എന്തെല്ലാമായി കണ്ടു. ഇന്ന് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിവാസം ഉണ്ടായിട്ട് പോലും ഈ ദൈവവുമായിട്ട് ഇത്രമാത്രം വലിയ ഒന്നായി ചേരുന്ന അനുഭവം ഉണ്ടായിട്ട് പോലും നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ? വഞ്ചിക്കപ്പെടരുതേ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ അബ്രഹാമിന്റെ വിശ്വാസം നമ്മളിലുണ്ടോ? കർത്താവ് പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ? നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് പഠിക്കുന്നത് എത്ര ശ്രേഷ്ഠമായി. ഇന്നത്തെ നിങ്ങൾ ഈ ചിന്തകൾ നിങ്ങളൊന്ന് സ്വയം ശോധന ചെയ്യുന്നുവെങ്കിൽ ആഴമായ മാനസാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഇനിയും വേണം എന്ന് കാണാൻ കഴിയും. കാരണം ഇന്ന് അനേക വിശ്വാസികളെന്ന് പറയുന്ന, രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന അനേകരുടെ ജീവിതവും ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ക്രിസ്തുവിനെ ജീവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ അവർ എടുക്കപ്പെടുമോ? കാരണം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവൻ നമ്മളിൽ കർത്താവിന്റെ ആത്മാവുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ആത്മാവിനെ അനുസരിക്കണം. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നൊരു കൽപ്പനയായിട്ടാണ് ഗലാത്യർ 5:16 പൗലോസ് പറയുന്നത്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. നോക്കുക, ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്ത് സംസാരിക്കുന്നു, പറയുന്നു നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മളത് കേൾക്കണം. ദൈവമക്കളോട് ഞാൻ വളരെ താഴ്മയോടെ പറയട്ടെ, ഇന്ന് പലപ്പോഴും പല വിശുദ്ധന്മാരും അവര് കർത്താവിനെ കേട്ടനുസരിക്കുന്ന ഒരു മനോഭാവമില്ല. അങ്ങനെയുള്ള ജീവിതം അത് നമുക്ക് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നൊരു ജീവിതമല്ല യഥാർത്ഥത്തിലുള്ള നമ്മുടെ രക്ഷ.
ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിലായി തീർന്നിട്ടുണ്ടോ? കർത്താവ് എന്നോട് കൂടെ ഉണ്ടോ? ആ കർത്താവിൻ്റെ കർത്തൃത്വം എന്നിലുണ്ടോ? ഇത് നമ്മൾ ഒരു ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അധികം നീട്ടുന്നില്ല. ഞാനൊരു 6 കാര്യമെങ്കിലും അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുക. അതിൽ 2 കാര്യം ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു. ഒന്ന്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിതരായിരിക്കേണ്ട, നിരാശരായിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ പൈതൽ മരിച്ചു കഴിഞ്ഞാൽ അവനെ വീണ്ടും ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞപ്പോൾ യാതൊരു സന്ദേഹവുമില്ലാതെ, സംശയമില്ലാതെ തൻ്റെ ഏകജാതനായ പുത്രനെ താൻ അർപ്പിക്കുവാനിടയായിത്തീർന്നു. അവിടെ നമുക്കറിയാം, പിന്നെ താൻ അറുക്കുവാനായിട്ട് കത്തിയെടുത്തപ്പോൾ അബ്രഹാമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം അത് നടക്കുവാൻ സമ്മതിച്ചില്ല. എന്നാൽ ഒരു കാര്യം, ദൈവം അങ്ങനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ താൻ അവിടെ അർപ്പിക്കും. കാരണം തനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇസ്ഹാക്കിലൂടെയാണ് ഇനിയും സന്തതികൾ പെരുകാൻ പോകുന്നത്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിക്കും. ഇവനിങ്ങനെ മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്നും വീണ്ടും ഇസ്ഹാക്കിനെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര വലിയ വിശ്വാസപ്രാപ്തിയുള്ളവരെ! നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസം ആ നിലയിലേക്ക് വളർന്നിട്ടുണ്ടോ? അത് നമ്മൾ ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ ഹിതമായാൽ നാളത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇന്നും എന്നേക്കും മാത്രം ഉണ്ടാകട്ടെ.